ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ നമ്പർ വേൾഡ് സംഖ്യാലോകം സെക്കൻഡ് പാർട്ട്. ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ? എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അപ്പം നമുക്കറിയാം 10, 11 അങ്ങനെ എഴുതിയിട്ട് 99 വരെ എഴുതുന്നത് തന്നെയാണ് രണ്ടക്കങ്ങൾ എന്ന് പറയാം. രണ്ടക്കം 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. അതിൽ നമ്മൾ 1 മുതൽ 100 വരെ എഴുതി കഴിഞ്ഞാൽ ആദ്യം ടോട്ടൽ നമുക്ക് 100 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ 100 അങ്ങോട്ട് ക്രോസ് ചെയ്തു. 100 ക്രോസ് ചെയ്താൽ അതായത് ടോട്ടലിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം പോയിട്ട് 99 ആയി. പിന്നെ നമുക്ക് 1 ഡിജിറ്റ് നമ്പർ 1 മുതൽ 9 വരെ 1 ഡിജിറ്റാണ്. അതും അങ്ങോട്ട് കട്ടാക്കിയാൽ 9 നമ്പർ എന്തായി കട്ടായി. ബാക്കി എന്തായിരിക്കും? 99/9 എന്ന് പറയുന്നത് 90 നമ്പേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ രണ്ടക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 10 മുതൽ 10, 11 അങ്ങനെ പോയിട്ട് 99 വരെ 90 സംഖ്യകൾ ഉണ്ടാവും. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ? എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? മൂന്നക്ക സംഖ്യകൾ തുടങ്ങുന്നത് 100-ൽ നിന്ന് അത് അവസാനിക്കുന്നത് 999. ഞാൻ ആദ്യം 1 മുതൽ 1000 വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സെട്ര വെച്ചിട്ടാണ്. ആദ്യം 1000 നോട്ട് ക്രോസ് ചെയ്തു. 1000 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ എന്താവും? 1000-ൽ നിന്ന് 1 കുറഞ്ഞ് 999 ആവും. പിന്നെ നമുക്ക് 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ നമുക്ക് വേണ്ട. 1 മുതൽ 99 വരെയുള്ളത് അങ്ങ് കട്ട് ചെയ്യുക. 1, 2 മുതൽ അങ്ങനെ 99 വരെ അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? അതും കൂടെ പോയതുകൊണ്ട് പിന്നെ അത് ബാക്കിയുള്ളത്, അതായത് 999 നിന്ന് ആ 99 നമ്മൾ മൈനസ് ചെയ്യണം. നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 900 കിട്ടും. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ്? 1 ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 9 വരെയാണ്. 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 10 മുതൽ 99 വരെയാണ്. 3 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 100 മുതൽ 999 വരെയാണ്. അപ്പോൾ നമ്മൾ മൂന്നൊക്കെ കാണാൻ പറയുമ്പോൾ 1 മുതൽ 99 വരെയുള്ളതും പിന്നെ 1000-വും കട്ട് ചെയ്താൽ നമുക്ക് ആകെ നമ്മൾ 100 നമ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1000 കുറച്ചാൽ നമുക്ക് 900 കിട്ടും. 900 നമ്പേഴ്സാണ് എന്തുള്ളത്? മൂന്നക്ക സംഖ്യകളായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ ഹാവിങ് ബോത്ത് ദ ഡിജിറ്റ്സ് 1 and 3? 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം ഒന്നിനെ കൊണ്ടും മൂന്നിനെ കൊണ്ടും. ഒന്നിനെ കൊണ്ടും നമുക്ക് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് 13, 33, 31 ആയിരിക്കും. വേറെ നമ്പേഴ്സൊന്നും എഴുതാൻ പറ്റില്ല, കാരണം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു പ്രാവശ്യം 1ഉം 3ഉം എടുത്തിട്ട് നമുക്ക് 13, 31 മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ഡിജിറ്റ്സ് 1, 3, 5? 1, 3, 5 ഈ നമ്പർ കൊണ്ട് ഉണ്ടാക്കാവുന്ന മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ അവിടെ ഞാൻ 1, 3, 5 നമ്മളെ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഓർമ്മയുണ്ടാവും. 1, 3, 5, 1, 5, 3. 1, 3, 5 എഴുതിയാൽ 1, 5, 3 കണ്ടോ? 1, 3, 5, 1, 5, 3. പിന്നെ 3, 1, 5, 3, 1, 5 എഴുതി കഴിഞ്ഞാൽ 3, 5, 1. 3, 1, 5ഉം 3, 5, 1ഉം അടുത്തടുത്ത് എഴുതി കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് ആവും. പിന്നെ 5, 3, 1, 5, 3, 1 എഴുതി കഴിഞ്ഞാൽ പിന്നെ 5, 1, 3. അപ്പോൾ നമ്മൾ 6 സംഖ്യകളാണ് ഉണ്ടാക്കുക. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ഡിജിറ്റ് 1, 3, 5, 7? ഇത് എഴുതുമ്പോൾ നമ്മൾ നന്നായിട്ടൊരു ട്രിക്ക് ഉപയോഗിക്കണം, കാരണം എന്തെങ്കിലും മാത്രമേ നമുക്കിത് ആൻസർ പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ മൂന്നക്ക സംഖ്യകൾ കഴിഞ്ഞു. 4 അക്ക സംഖ്യകളാകുമ്പോൾ 1, 3, 5, 7 അപ്പോൾ ആദ്യം നമ്മൾ 1-ൽ തുടങ്ങുക. 1ഉം 13, അതായത് 13 എന്നുള്ള നമ്പർ ആദ്യം എഴുതുക. 13 എഴുതുക. പിന്നെ 5, 7 എഴുതുക. 7, 5 എഴുതുക. 5, 7 എഴുതുക. 7, 5 എഴുതുക. അതായത് ആദ്യത്തെ 2 സംഖ്യകൾ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 5, 7 എഴുതിയിട്ടത് മാറ്റി എഴുതുക. അത് നമ്മളെ 13 എന്ന് പറയുന്നത് ആദ്യം വരുന്ന കഴിഞ്ഞു. പിന്നെ ഞാൻ 15-ൽ തുടങ്ങി. 15 അതായത് 1000, 1000, 1000 എല്ലാവർക്കും 1000. ആദ്യം നമ്മൾ 1000 തുടങ്ങുന്ന നമ്പർ എഴുതിയിട്ട് ഇവിടെ നിർത്തി വെക്കാം. ഇപ്പോൾ 1000 13 ആദ്യം എഴുതി, 5, 7 എഴുതി, 13 എഴുതിയിട്ട് 7, 5 എഴുതി. ഇനി ഞാൻ 15 എഴുതി. 15 എഴുതിയിട്ട് 3, 7 എഴുതി, 7, 3 എഴുതി. അത് ഞാൻ 17 എഴുതി. 17 എഴുതിയിട്ട് 5, 3 എഴുതി, 3, 5 എഴുതി. അപ്പോൾ നമ്മളൊന്നും മിസ് ചെയ്തിട്ടില്ല. ഒരു എന്താ പറയുക, പിന്നെ നമ്മുടെ നമ്പർ എന്ത് ചെയ്യാൻ പാടില്ല? 2 പ്രാവശ്യം ഒന്നും എഴുതാൻ പാടില്ല, എല്ലാം ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. അടുത്തത് 3 തുടങ്ങിയിട്ട് 31, അതായത് 13 എന്നുള്ള സംഖ്യ 31 തര തിരിച്ചിട്ട് എഴുതി. പിന്നെ ഈ 5, 7 തന്നെ എഴുതി. പിന്നെ ഈ 31 തന്നെ എഴുതി. ഈ 5, 7 7, 5 എന്ന് എഴുതി. നമ്മൾ ആ ഓർഡറിൽ തന്നെ എഴുതാം. പിന്നെ 3, 7 എഴുതി. 3, 7 അത് 3, 1 എഴുതിയിട്ടാണ് എഴുതിയത്. 3, 1ൻ്റെ 2 എണ്ണം കിട്ടി. പിന്നെ 3, 7 എഴുതി. 3, 7, 1, 5ഉം 3, 7, 5, 1ഉം. പിന്നെ 3, 5, 7, 1, 3, 5, 1, 7.
ഇനി നമ്മൾ 5 തുടങ്ങുന്ന നമ്പറാണ്. അപ്പോൾ ഓരോ സെറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കുമ്പോൾ ഓരോന്നിൻ്റെയും, അതായത് 1000 വരുന്ന 6 സംഖ്യകൾ കിട്ടി, 3000 വരുന്ന 6 സംഖ്യകൾ കിട്ടി. ഇനി അത് 5000 വരുന്നതും 6 സംഖ്യകൾ തന്നെ ഉണ്ടാവും. അപ്പോൾ 5 3 1 7, അതായത് 53 17, 53 71, പിന്നെ 57 31, 57 13, പിന്നെ 51 73, 51 37. അടുത്തത് 7 തുടങ്ങുന്നതാണ്. 7000 തുടങ്ങുന്ന നമ്പറാണ് എഴുതിയിരിക്കുന്നത്. 7531, 7513, 31ഉം 13ഉം, 7531ഉം 7513ഉം, പിന്നെ 73 തന്നെ 7315ഉം 7351ഉം. നമ്മൾ ഇവിടെ 75 തുടങ്ങിയപ്പോൾ 31 എഴുതി, 75 തുടങ്ങി 13, അത് തിരിച്ചിട്ട് 31 തിരിച്ചിട്ട് 13. ഇനി ഞാൻ ഇവിടെ 73 എഴുതി, 73 വരുന്ന രണ്ടെണ്ണം എഴുതിയിട്ട് 15ഉം 51ഉം. ഇനി 71 വരുന്നത്, അതായത് 75 എഴുതി, 75 എഴുതി, 73 എഴുതി, 73 എഴുതി, 71 വരുന്നത്, 71 വരുന്ന 35 ഉണ്ട്, 71 വരുന്ന 53 ഉണ്ട്. അപ്പം അങ്ങനെ ടോട്ടൽ 24 നമ്പേഴ്സാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 4-digit numbers are possible using all the digits 0 1 3 5? 4 അക്ക സംഖ്യകൾ തന്നെയാണ് തന്നിട്ടുള്ളത്. അത് ഉപയോഗിക്കേണ്ടതും 0 1 3 5 ഈ സംഖ്യകളാണ് ഉപയോഗിക്കേണ്ടത്. 0 1 3 5 ഈ സംഖ്യകൾ കൊണ്ടുണ്ടാക്കാവുന്ന 4 അക്ക സംഖ്യകളുടെ അത് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും 0 ഫസ്റ്റ് എഴുതാൻ വേണ്ടി പറ്റില്ല. പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റ്, ഇതൊരു നമ്പർ ആണെങ്കിൽ നമുക്ക് വേഗത്തിൽ എഴുതാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതേപോലത്തെ നമ്പർ വരുമ്പോൾ 1000 വരുന്ന 6 നമ്പേഴ്സ്, അതായത് 4 അക്കങ്ങൾ തന്നാൽ 1000 വരുന്ന 6 നമ്പേഴ്സ്, 3000 വരുന്ന 6 നമ്പേഴ്സ്, 5000 വരുന്ന 6 നമ്പേഴ്സ് ഉണ്ടാവും. അതിൽ 0 വരുന്ന നമ്പേഴ്സ് ഉണ്ടാവില്ല, കാരണം 0 ഫസ്റ്റ് എഴുതൂല. 0 ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള നമ്പർ എഴുതുന്ന സമയത്ത് അത് 3 ഡിജിറ്റായിട്ട് മാറും. അപ്പം നമ്മുടെ ആൻസർ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? നമുക്ക് 4 ഡിജിറ്റിലാണ് വേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, 0 നോട്ട് റൈറ്റ് ഫസ്റ്റ്. അപ്പം നമുക്ക് ഇതെത്ര സംഖ്യകളുണ്ടെന്ന് കിട്ടും? 18 സംഖ്യകളുണ്ട് എന്നാണ് കിട്ടുക. 0 ഒരിക്കലും ആദ്യം എഴുതില്ല, 0 ഒരിക്കലും ആദ്യം എഴുതില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ടെക്സ്റ്റൊക്കെ പുതിയത് മാറിയതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഏത് രീതിയിലാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ വർക്കൗട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ആൻസേഴ്സൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ.